അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 20-ാമത്തെ വാക്യം. ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം എല്ലാം നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടിയതിലുള്ള സന്തോഷത്തെക്കുറിച്ച് ഉപമകളാണ്. പിതാവിനെ കുറിച്ചുള്ള ശുഭചിന്തയാലും പ്രത്യാശയോടുകൂടെയുള്ള മകന്റെ ഭവനത്തിലേക്കുള്ള മടക്കമാണ് നാം വായിച്ച ഭാഗത്തെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ആശങ്കകളും അവനെ അലട്ടിക്കൊണ്ടിരുന്നു. പിതാവ് തന്നെ സ്വീകരിക്കുമോ? സഹോദരന്റെ പ്രതികരണം എന്തായിരിക്കും? എന്നിങ്ങനെയുള്ള ചിന്തകൾ. എന്നാൽ ഭവനത്തിലേക്ക് മടങ്ങിയെത്തിയ അവനെ പിതാവ് ദൂരവേ കണ്ടു. കണ്ട മാത്രയിൽ പിതാവ് അവന്റെ അടുക്കിലേക്ക് ഓടി അണഞ്ഞു. നാളുകളായി പന്നിയെ തീറ്റുന്ന ജോലി ചെയ്തിരുന്ന സ്ഥാനത്ത് നിന്നും മടങ്ങിയെത്തിയ മകനെ അവന്റെ പരിസ്ഥിതികൾ എത്ര പരിതാപകരമാണെങ്കിൽ കൂടി സ്വീകരിക്കുവാൻ പിതാവ് തയ്യാറായി. അവനെ ആലിംഗനം ചെയ്തു, തുരുതുരെ ചുംബിച്ചു. നാറുന്ന ശരീരവും പ്രാകൃത രൂപവും കീറിപ്പറഞ്ഞ വസ്ത്രവും ഒന്നും പിതാവിന് വിഷയമല്ല. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവസന്നിധിയിൽ മടങ്ങി ചെല്ലുവാൻ തയ്യാറായാൽ സ്വീകരിക്കുവാൻ ദൈവം തയ്യാറാണ്. സ്വർഗീയ പിതാവിന്റെ അടുക്കൽ അനുതാപത്തോടെ മടങ്ങിയെത്തുന്ന ഏതൊരാളും ഏറ്റുപറയേണ്ട 2 കാര്യങ്ങളുണ്ട്. 1, ഞാൻ പാപിയാണ്. 2, ഞാൻ യോഗ്യനല്ല. പാപിയാണെന്നുള്ള ബോധ്യം രക്ഷകനിലേക്കും യോഗ്യനല്ല എന്ന ബോധ്യം ദൈവ കൃപയിലേക്കും നമ്മെ വഴി നടത്തുന്നു. ഭവനം എല്ലാവരുടെയും സ്വർഗ സന്തോഷത്തിന്റെ ഈ ലോകത്തിലെ മാതൃകയാണല്ലോ. അകലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും മറ്റു ഏത് നിലകളിലും ദൂരെ ആയിരിക്കുന്നവരുടെയും ആഗ്രഹം പെട്ടെന്ന് സ്വഭവനത്തിൽ മടങ്ങിയെത്തുക എന്നതാണ്. കാരണം ഭവനത്തിൽ സന്തോഷവും സമാധാനവും സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും ഉണ്ടാകും. പരസ്പരം ക്ഷമിക്കുന്ന, സഹിക്കുന്ന, പങ്കുവയ്ക്കുന്ന, കൈത്താങ്ങൽ നൽകുന്ന അനുഭവങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെട്ടാൽ ഭവനം ഒരു പാർപ്പിടമായി ചുരുങ്ങുന്നു. മകന്റെ മടങ്ങിവരവിന്റെ കാലൊച്ചുകൾക്ക് കാതോർത്ത് ഉറങ്ങാതെ മയങ്ങാതെ പടിവാതിക്കൽ കാത്തു നിൽക്കുന്ന പിതാവിന്റെ ചിത്രമാണല്ലോ നാം വായിച്ച വേദഭാഗത്തെ കാണുവാൻ കഴിയുന്നത്. നഷ്ടപ്പെട്ട സ്വത്തിനെ ഓർത്ത് ദുഃഖിക്കുന്ന പിതാവല്ല, മറിച്ച് നഷ്ടപ്പെട്ട മകനെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ആ പിതാവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേ പ്രിയരെ, പണവും പ്രതാപവും അധികാരവും നൽകുന്ന അഹംഭാവത്തിന്റെ അന്ധത പിടിച്ച് ക്രിസ്തു എന്ന വഴിയും സത്യവും മറന്ന് ഇഷ്ട വഴികളിലൂടെ ലക്ഷ്യമില്ലാതെ പായുമ്പോൾ ഈ ലോകം നൽകുന്ന സുഖവും സന്തോഷവും എന്ന് നിലനിൽക്കുകയില്ല എന്ന സത്യം നാം മറക്കരുത്. ഓർക്കുക, പണവും പ്രതാപവും അധികാരവും നഷ്ടപ്പെടുന്ന ഒരു ദിനം വരും. ക്ഷാമത്തിന്റെ ഒരു ദുരന്തം നമ്മെ കാത്തിരിക്കുന്നു. ഇന്ന് കണ്ട സ്നേഹിതർ അകലുന്ന നാളുകൾ ഉണ്ടാകും. സമ്പത്തും ചോർന്നു പോകും, ദേഹം ക്ഷയിക്കും. അത് നാം മറക്കരുത്. എന്നാൽ അതിന്റെ മധ്യേ സ്വന്തം ഭവനത്തെക്കുറിച്ചും കാത്തിരിക്കുന്ന പിതാവിനെ കുറിച്ചുമുള്ള സുബോധം വീണ്ടെടുക്കുക. അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് ഏറ്റുപറഞ്ഞ് ഒരു മടങ്ങി വരവിന് ഒരുങ്ങുക. നമ്മെ സ്വീകരിക്കുവാൻ ഓടിയെത്തി ആലിംഗനം ചെയ്ത് പാപക്കറ കഴുകി ഉത്സവവസ്ത്രം ധരിപ്പിച്ച് കാലിൽ ചെരുപ്പണിയിച്ച് കയ്യിൽ മുദ്രമോതിരം അണിയിച്ച് സ്വീകരിക്കുന്ന ഒരു പിതാവ്, മടങ്ങി വരവിന്റെ വിരുന്നൊരുക്കി ആഘോഷിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ആയതിനാൽ അനുതാപത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെയും അനുഭവങ്ങളുമായി ഒരു മടക്കയാത്രയ്ക്ക് ആത്മാർത്ഥമായി നമുക്ക് ഒരുങ്ങാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രഭാതത്തിൽ തന്ന വചനങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന, ഞങ്ങളെ സ്വീകരിച്ച് ആലിംഗനം ചെയ്ത് പാപക്കര കഴുകി ഉത്സവവസ്ത്രം ധരിപ്പിച്ച് കാലിൽ ചെരുപ്പണിയിച്ച് കയ്യിൽ മോതിരം അണിയിച്ച് സ്വീകരിക്കുന്ന ഒരു പിതാവ്, മടങ്ങി വരവിന്റെ വിരുന്നൊരുക്കി ആഘോഷിക്കുന്ന ഒരു പിതാവ് ഞങ്ങൾക്കായിട്ട് എന്ന്
കേൾപ്പിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ആയതിനാൽ അനുതാപത്തോടും ഏറ്റുപറച്ചിലോടും കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട് കർത്താവേ, അതിനായിട്ട് ഞങ്ങളെ ഒരുക്കിയാട്ട് കർത്താവേ, ഇന്ന് കാണുന്ന പണവും പ്രതാപവും അധികാരവും നഷ്ടപ്പെടുന്ന ഒരു ദിനം വരുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ, ആ ദിനം വരുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങിൽ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട് കർത്താവേ, ഞങ്ങളെ എല്ലാവരെയും അതിനായിട്ട് ഒരുക്കിയാട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ.